ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി നമ്മളെ സ്വന്തം പേരിക്ക് ചോർന്നാൻ പോണ കഥയാണ് നിങ്ങളോട് പറയും. ഇന്ന് രാവിലെ തുറത്തിയ മഴയാണ്. മഴ തോർന്നു വിചാരിച്ചിട്ട് ചോർന്ന് ഇറങ്ങിയത് വീണ്ടും മഴ പെയ്യും. നമ്മളെ അയൽവാസി നിയാസ് നമ്മളോട് കയ്യാട്ടിച്ചു. പിന്നെ ഐസിന് 5 റുപ്യ ഉള്ളു. ഐസിന് 5 റുപ്യ. കോണിന്റെ ഐസ്ക്രീമിന് എല്ലായിടത്തും എത്രയാണ്? 35 ഇവിടെ 35. അതേമാതിരി ഈ ഐസ്ക്രീമിന് എല്ലായിടത്തും എത്ര റുപ്യാണ്? 5 റുപ്യാണ്. ഇവിടെ 5 റുപ്യ. ബോൾ ഐസ്ക്രീം വെറും 10 റുപ്യ. 10 ചോക്കോബാർ വെറും 10 റുപ്യ. സിപ്പപ്പിന് വെറും 2 റുപ്യ. ഇങ്ങനെ കുറെ ഓഫർ. 20 റുപ്യ ഫലൂദ വെറും 20 റുപ്യക്ക്. നമ്മൾ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടില്ല. കായ് കൊടുത്താൽ മാത്രം തീരാൻ. നിയാസിന് പഠിച്ചോൻ നൽകി അനുഗ്രഹിക്കട്ടെ. കച്ചവടത്തിൽ നല്ല പറക്ക്. അപ്പോഴാണ് നമ്മളെ ചെറുക്കൻ വണ്ടി കൊണ്ടുവന്ന് ഓനൊരു വണ്ടി എടുത്തുകൊണ്ട് അതിനാലപ്പോ തൊയ്രല്ല. വണ്ടിമേ സ്റ്റിയറിംഗ് ഉണ്ട്, ഗിയർ ഉണ്ട്, പാട്ടുണ്ട്, ഫോണുണ്ട്. അതാണ് പിന്നെ വണ്ടിയുടെ പ്രത്യേകത. വൈപ്പറൊക്കെ ഉണ്ട്. മഴയത്ത് വൈപ്പർ ഇട്ടാ വെള്ളം പോകും ഗ്ലാസ് മറ്റേ. അപ്പൊ നിയാസിനോട് പൈസ നാളെ തരാന്നാണ്ട് ഞങ്ങൾ പോവാൻ നിൽക്കുന്നു. അപ്പൊ അതാ വീണ്ടും മഴ പെയ്യും. എന്തായാലും ഇത്രയായി. ഇനി എന്തായാലും മഴ തോർന്നിട്ട് പോവാ വിചാരിച്ചിട്ട് വീണ്ടും വണ്ടി വന്ന് ഇറങ്ങിയിട്ട് 2 ലൈസാണ് പൊട്ടിച്ചു. ഞാൻ പച്ച ലൈസ് കൊടുത്തു, നിയാല് നീല ലൈസ് കൊടുത്തു. ഞങ്ങൾ രണ്ടാളും ലൈസ് നിന്നോണ്ടിരിക്കുമ്പോ മറ്റാള് അപ്പുറത്തിരിക്കണം. ഓനിക്ക് പിന്നെ തേപ്പ് കിട്ടിക്ക് അത്രേ. അതിന്റെ ഒരു സങ്കടത്തിലാണ്. മഴയൊക്കെ തോർന്ന് പെരീക്ക് പോകുമ്പോ വണ്ടി വന്ന് ഓന്റെ ഫോൺ കണ്ടു പോകുന്നു. ഇനി അതിന്റെ കാഴ്ച നിങ്ങൾ കാണും. ചേർക്കാരും നോക്കിട്ട് കാര്യമില്ല. ക്യാമറ ക്ലിയർ ഐഫോണാണ്. സന്തോഷമായില്ലേ? ഭാഗ്യത്തിന് ഫോണിനൊന്നും പറ്റിയില്ല. ഓന്റെ പെരിയിലാക്കി, നിയാലിനെ ഓന്റെ പെരിയിലാക്കി, ഞാൻ എന്റെ പെരീക്ക്. അങ്ങനെ പെരീക്ക് വന്നപ്പോ ചോറ് വിളമ്പി വെച്ചിരിക്കുന്നു. വെറും ചോറും മുരിങ്ങാക്കറിയും ഉണക്കമീൻ കറിയും ചമ്മന്തി. എന്താ അല്ലേ? അപ്പൊ ഓക്കെ.